ലക്ഷ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ മുദ്രാവാക്യത്തെക്കുറിച്ചുമൊക്കെയാണ് ഇവിടെ പ്രതിപാദിച്ചത്. നമുക്കറിയാം, സ്വാഗത ഭാഷണത്തിൽ ഹ്രസ്വമായ ഭാഷയിൽ സലാം തൻ്റെ സരസമായ രീതിയിൽ ഈ വിഷയത്തിൽ കടന്നു ചെന്നത് ഏറെ ദുരിതം അനുഭവിക്കുന്ന കേരളത്തിൻ്റെ ഈ സാഹചര്യത്തിൽ എങ്ങനെ ഒന്ന് രക്ഷപ്പെടാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയ്ക്ക് മുകളിൽ ഭാരിച്ച വൈദ്യുതി ചാർജ് വർധനവ് ഏൽപ്പിച്ചുകൊണ്ട് ഒരു സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ്. ആരുമായി ചർച്ചയില്ല. പ്രതിപക്ഷത്തെ വിളിച്ചുകൊണ്ട് ഒരു ചർച്ചയോ അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മിറ്റിയോട് ശുപാർശയോ തേടാതെ 16 പൈസ ഒരു യൂണിറ്റിന് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ ഒരു ദിവസത്തിൽ പ്രഖ്യാപനം നടത്തുകയാണ്. പറയുന്നവർ പറയും 16 പൈസയല്ലേ എന്ന്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചത് അതാണ്. 16 പൈസ എന്നത് ഒരു യൂണിറ്റിന്റെ വർധനവാണ്. ഒരു മാസം അവർ പറയുന്നത്, ന്യായീകരണ തൊഴിലാളികൾ ഇപ്പോൾ വാട്സപ്പുകളിൽ പറയുന്നത് 40 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഈ വർധനവ് ബാധകമല്ല എന്നാണ്. ആരാ കേരളത്തിൽ 40 യൂണിറ്റ് 2 മാസം കൂടുമ്പോൾ ഉപയോഗിക്കുന്ന ആളുകളുള്ളത്? ആരാണ് അത്തരത്തിൽ ഈ വൈദ്യുതി 40 യൂണിറ്റിൽ കുറവ് ഉപയോഗിക്കുന്ന കുടുംബമുള്ളത്? ഒരു കുടുംബവുമില്ല. എല്ലാവരും അതിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ തത്വത്തിൽ ഈ വർധനവ് കേരളത്തിലെ എല്ലാ ഗുണഭോക്താക്കൾക്കും ഉപഭോക്താക്കൾക്കും അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു നിയമമാണ്. നമുക്കറിയാം, 2018 നമ്മളൊക്കെ ആകെ ആശങ്കപ്പെട്ട വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആ വെള്ളപ്പൊക്ക സമയത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത ആളുകളാണ് ഈ സർക്കാർ. ആ സമയത്ത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഭാര്യയും മക്കളെയും പേരക്കുട്ടിയെയും കൂട്ടി വിദേശ യാത്ര പോയ ഒരു സർക്കാരാണ് ഈ പിണറായി സർക്കാർ. എന്തിനേറെ പറയുന്നു, അത് കഴിഞ്ഞ് ഒന്ന് മോചനം തേടുന്ന അവസരത്തിലാണ് രണ്ടാമത്തെ ഫ്ലഡും നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. അതിനുശേഷം കേരളത്തിലെ മുഴുവൻ നികുതികളും വർദ്ധിപ്പിച്ചത് ഈ സർക്കാരാണ്. മദ്യമുതലാളിമാർക്ക് മദ്യം യഥേഷ്ടം ഒഴുക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക, എന്നാൽ പാവങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ മാർഗവും തടസ്സപ്പെടുത്തുക, നികുതി വർദ്ധിപ്പിക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുക, അങ്ങനെ വേണ്ട സാധാരണക്കാരന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും വർധന നടത്തുക. ഇവിടെ DYFI എന്നൊരു സംഘടനയുണ്ടായിരുന്നു. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നാമാവശേഷമായ ഒരു സംഘടനയുടെ പേരാണ് DYFI. ഇന്നവർക്ക് പന്നംകൊളുത്തി പ്രകടനമില്ല, ഇന്നവർക്ക് രാപ്പകൽ സമരമില്ല, ഇന്നവർക്ക് പ്രതിഷേധ ജ്വാലകളില്ല, ഇന്നവർക്ക് വാഹനങ്ങൾ തകർക്കുന്ന സമര രീതിയില്ല. UDF ഭരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ആര്യാടൻ മന്ത്രിയായിരിക്കെ, വൈദ്യുതി മന്ത്രിയായിരിക്കെ ഈ ബോർഡ് എങ്ങനെ കൊണ്ടുപോകാം, എങ്ങനെ ലാഭവൽക്കരിക്കാം എന്ന് കാണിക്കുക മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായി KSEBയുടെ ഒരു യൂണിറ്റിന്മേൽ ₹1 കുറവ് വരുത്തിയ ഒരു മന്ത്രിയുടെ പേരാണ് ആര്യാടൻ മുഹമ്മദ്. നിങ്ങൾ മറക്കാൻ പാടുണ്ടോ? എന്നിട്ട് ആര്യാടനെതിരെ MM മണി KSEBിയുടെ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ആരോപണം ഉന്നയിച്ചു, അഴിമതി ആരോപണം. അദ്ദേഹം പറഞ്ഞെന്താ? ആര്യാടൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കാരാണല്ലോ, നിങ്ങൾ എനിക്കെതിരെ അഴിമതിയുടെ കേസെടുത്തുകൊണ്ട് അന്വേഷിക്കാൻ തയ്യാറാകണമെന്ന് ആര്യാടൻ വെല്ലുവിളിച്ചു. മണിയും കണ്ടില്ല, അതുപോലെ തന്നെ ഭരണകർത്താക്കളെയും കണ്ടില്ല. അതുകൊണ്ട് നമുക്കറിയാം, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി, അവസാനത്തെ CPM മന്ത്രി, അവസാനത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. എനിക്ക് പ്രിയപ്പെട്ട എന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും പത്രമാധ്യമങ്ങളും ഒക്കെ പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള സമരമാണ് എന്ന് നിങ്ങൾക്കും അറിയാം. സാധാരണ കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്ന് മാസശമ്പളം മേടിക്കുന്ന നിങ്ങൾക്കൊക്കെ കൃത്യമായി അറിയാം. കാരണം ജീവിതത്തിന്റെ ബജറ്റ് താളം തെറ്റുകയാണ്. നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുകളുണ്ട്. എന്റെ മാസശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാമെന്ന ഒരു രൂപപ്പെടുത്തലുണ്ട്. പക്ഷെ അതിനൊക്കെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് ഈ സർക്കാർ, ആഡംബര സർക്കാർ. നമുക്ക് നവകേരള യാത്ര, എന്ത് ഗുണമാണ് കേരളത്തിനുണ്ടായത്? എന്ത് ഗുണമാണ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത്? കോടിക്കണക്കിന് രൂപയുടെ ബസ് വാങ്ങിച്ചുകൊണ്ട് ആ ബസ്സിൽ ആഡംബര യാത്ര നടത്തി മന്ത്രി സിംഗരന്മാരെ കൂടെ കൂട്ടിക്കൊണ്ട് അവരുടെ ഉല്ലാസയാത്രയാക്കിക്കൊണ്ട് കേരളമാകെ നടന്നു. സ്കൂളുകളുടെ മതിൽ പൊളിച്ചു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗേറ്റ് തകർത്ത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന നവകേരള യാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണുണ്ടായത്? അതിന്റെ ഒക്കെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ ചാർജ് വർധനവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സമരം. പ്രിയപ്പെട്ട മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇതൊരു സൂചന മാത്രമാണ്. ഇത് ജനങ്ങളെ, പൊതുജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് നാളെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരും. ആ സമയത്ത് ഞങ്ങളെ തടുക്കാൻ ഈ പോലീസിനോ അതല്ലെങ്കിൽ പട്ടാളത്തിനോ സാധ്യമാകില്ല. കോൺഗ്രസ് പിടിച്ച മുദ്രാവാക്യം, കോൺഗ്രസ് പിടിക്കുന്ന കൊടി ആ അത്തരത്തിൽ സമരങ്ങളുടെ പാരമ്പര്യമുള്ള കൊടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ സമരഭടന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കോൺഗ്രസ്.